2023 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ ചലച്ചിത്രം ബ്രേവ് സിറ്റിസന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് സൗത്ത് കൊറിയയിലെ ഒരു ഫാൻസി സ്കൂളായ മൂയോങ് കാണിച്ചുകൊണ്ടാണ്. ഹാൻ സുക്കങ് എന്നു പേരുള്ള അതിസമ്പന്നനായ സ്കൂൾ വിദ്യാർത്ഥിയെ നമ്മൾ പരിചയപ്പെടുന്നു. സ്കൂളിലെ അറിയപ്പെടുന്ന പുള്ളികളിൽ ഒരാളാണ് ഹാൻ സുക്കങ്. തങ്ങളെക്കാൾ വീക്കാണ് എന്ന് തോന്നുന്ന ആരെയും തന്റെ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ഉപദ്രവിക്കുവാൻ അവനൊരു മടിയുമില്ല. അതിലവൻ സന്തോഷവും കണ്ടെത്തിയിരുന്നു. സൂക്കാങ്ങും സുഹൃത്തുക്കളും നിരന്തരമായി ഉപദ്രവിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ജിൻഹ്യും. അവരങ്ങനെ ബുള്ളി ചെയ്യുന്നത് അവരുടെ കൂട്ടത്തിലെ മിൻജി എന്ന വിദ്യാർത്ഥിനി സന്തോഷത്തോടെ തന്റെ ഫോണിലും പകർത്തിയെടുക്കുമായിരുന്നു. അത് കണ്ട് അവർ എൻജോയ് ചെയ്യുകയും ചെയ്യും. സൂക്കാങ്ങിന്റെ ഫാമിലി വളരെയധികം പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ അധികാരികൾക്കും മറ്റും അതിനെ ചോദ്യം ചെയ്യാനും സൂക്കാങ്ങിനെതിരെ പ്രതികരിക്കാനും ഭയമായിരുന്നു. ഫാമിലിയുടെ പൂർണ്ണ സപ്പോർട്ടും സൂക്കാങ്ങിനുണ്ടായിരുന്നു. അവൻ എന്ത് തെറ്റ് ചെയ്താലും അവരെ അവർ പിന്തുണച്ചുകൊണ്ടിരുന്നു. അതിന്റെ ധൈര്യവും സൂക്കാങ്ങിനെ കൂടുതൽ ക്രൂരനാക്കി മാറ്റി. കഥ അവിടെ നിന്നും സീമിൻ എന്ന യുവതിയിലേക്ക് തിരിയുന്നു. സീമിൻ അതേ സ്കൂളിലെ പുതിയ ഇന്ത്യൻ ടീച്ചറായി ജോയിൻ ചെയ്തിരിക്കുകയാണ്. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകിയും കൊളീഗുകളുടെ പ്രീതി പിടിച്ചുപറ്റിയും ഒക്കെയും ഇന്ത്യനിൽ നിന്നൊരു പെർമനന്റ് ടീച്ചറാക്കുവാൻ അവൾ പരമാവധി ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വാഷ്റൂമിൽ വെച്ച് ജേക്യുങ് എന്നും ഹീസുൻ എന്നും പേരുള്ള രണ്ട് കൊളീഗ്സായ അധ്യാപകർ ഒരു ടീച്ചറെ പറ്റി സംസാരിക്കുന്നത് സീമിൻ കേട്ടു. സീമിൻ ജോയിൻ ചെയ്യുന്നതിനു മുമ്പ് അതേ സ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന ടീച്ചറെ പറ്റിയായിരുന്നു അത്. ആ ടീച്ചർ എവിടെ പോയി എന്നതിനെ പറ്റി സീമിനിന് ക്യൂരിയോസിറ്റി തോന്നി. അവൾ ഉടൻ തന്നെ നെറ്റിൽ അതിനെപ്പറ്റി സെർച്ച് ചെയ്തു. വൈകാതെ ആ വാർത്ത കണ്ട് അവൾ ഞെട്ടിത്തെറിച്ചു പോയി. സീമിനിന് മുമ്പ് അതേ സ്ഥാനത്തുണ്ടായിരുന്ന അധ്യാപിക സ്കൂൾ കുട്ടികളുടെ ഉപദ്രവം കാരണം ആത്മഹത്യ ചെയ്തതായിരുന്നു. പക്ഷേ അതിനെതിരെ നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല. സ്കൂളിലെ മറ്റു ടീച്ചേഴ്സ് ആണെങ്കിൽ ഈ സ്കൂളിൽ കുട്ടികളുടെ അത്തരത്തിലുള്ള ഉപദ്രവവും മറ്റും സ്വാഭാവികമാണെന്നും അതിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു നിൽക്കുവാൻ നോക്കിയാൽ മതി എന്നുള്ള മട്ടിലുമായിരുന്നു. അന്ന് റെസ്റ്റ് റൂമിൽ നിന്ന് സീമിൻ പുറത്തു വന്നപ്പോൾ ജേക്യുങ് അവരെ കണ്ടു. തന്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞ് ജേക്യുങ് സീമിനെ കൂട്ടിക്കൊണ്ടുപോയി. മൂയാങ് ഹൈസ്കൂളിന്റെ ഡാർക്ക് സൈഡ് സീമിനെ കാണിച്ചു കൊടുക്കാനും സ്കൂളിനെ പറ്റി വിശദമായി പറഞ്ഞു കൊടുക്കാനും വേണ്ടിയായിരുന്നു അത്. പുറമേ നിന്ന് നോക്കുമ്പോൾ നഗരത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മികച്ച കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളാണ് മൂയാങ്. പക്ഷേ ഇതിനൊരു പിന്നാമ്പുറമുണ്ട്. വളരെയധികം ക്രൂരന്മാരായ ബുള്ളി ചെയ്യുന്ന കുട്ടികളുള്ള സ്കൂൾ. അധികാരവും പണവുമുള്ളവരുടെ മക്കളെ ചോദ്യം ചെയ്യുവാനും അവരെ തിരുത്തുവാനും സ്കൂളിലെ അധ്യാപകർക്കോ പ്രിൻസിപ്പലിനോ ആർക്കും തന്നെ ധൈര്യമില്ല. എല്ലാവരും അവരവരുടെ കാര്യം മാത്രം നോക്കി മുമ്പോട്ട് പോകുന്നു. ജേക്യുങ് സീമിനിന് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. അതിൽ സൂക്കാങ്ങും സംഘവും ചേർന്ന് കിംപോപ്പ് വിൽക്കുന്ന വൃത്തിയായ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുകയായിരുന്നു. അത് കണ്ട് അങ്ങോട്ടേക്ക് അവരുടെ കൊച്ചുമകൻ ജിൻഹ്യുങ് ഓടി വന്നു. അന്ന് ജിൻഹ്യുങ് ആ സ്കൂളിലെ പുതിയ വിദ്യാർത്ഥിയാണ്. സൂക്കാങ്ങിനെ പറ്റിയും ബുള്ളിയിങ് സംഘത്തെ പറ്റിയും അവനൊന്നും അറിയില്ലായിരുന്നു. അവൻ അവർക്കെതിരെ തിരിഞ്ഞ് സംസാരിച്ചു. അന്നു മുതൽ സൂക്കാങ്ങിന്റെയും സംഘത്തിന്റെയും നോട്ടപ്പുള്ളിയായി ജിൻഹ്യുങ് മാറി. അവരവനെ വളരെ വലിയ രീതിയിൽ ഉപദ്രവിക്കാനും തുടങ്ങി. സൂക്കാങ്ങും സംഘവും ജിൻഹ്യുങ്ങിനെ ഉപദ്രവിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് സീമിൻ വായടച്ചു പോയിരുന്നു. അത്രയും ക്രൂരമായ കാര്യങ്ങൾ കണ്ട് എങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് എന്ന് സീമിൻ അധ്യാപികയോട് ചോദിച്ചു. പക്ഷെ ജേക്യുങ് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ നമുക്കിവിടെ തുടർന്നു പോകാമെന്നും ഇല്ലെങ്കിൽ നമ്മുടെ കരിയർ തന്നെ ഇല്ലാതാകും എന്നായിരുന്നു. തന്റെ സീനിയർ എക്സ്പീരിയൻസ്ഡ് ആയി ഓരോ കാര്യവും വിശദീകരിച്ചു പറയുന്നതിനാൽ സീനിയറുടെ വാക്കുകൾ സീമിനും അംഗീകരിച്ചു. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ തീരുമാനിച്ചു. അന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സീമിൻ തന്റെ ബോക്സിംഗ് ജിമ്മിലേക്ക് എത്തി. അവിടെ അവൾ പ്രാക്ടീസ് ചെയ്യുവാൻ ആരംഭിച്ചു. പിന്നാലെ അങ്ങോട്ടേക്ക് അവളുടെ കൂട്ടുകാരൻ പോലീസ് ഉദ്യോഗസ്ഥൻ ക്വാൻ ജോങ്ങും കടന്നു വന്നു. അവരൊന്നിച്ച് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുവാൻ ആരംഭിച്ചു. അവിടെ വെച്ച് ഒരു കാര്യം കൂടി വ്യക്തമാവുകയായിരുന്നു. സീമിൻ ഒരു ബോക്സിംഗ് ഇൻസ്ട്രക്ടർ കൂടിയാണ്. തന്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിലും മറ്റും അവൾ ജൂഡോയിലും തായ്ക്കൊണ്ടോയിലും ചാമ്പ്യനായിരുന്നു. രാജ്യത്തിനു വേണ്ടി അവൾ ഒരിക്കൽ ബോക്സിംഗിലും മറ്റും ഗോൾഡ് മെഡൽ നേടും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവളുടെ അച്ഛൻ യങ് ടാക്കിന് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഘട്ടം എത്തിയപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അച്ഛന്റെ ജിം സംരക്ഷിക്കാനും മറ്റുമായി അവൾക്ക് തന്റെ സമ്പാദ്യം മുഴുവൻ ചെലവഴിക്കേണ്ട വന്നു. മാത്രമല്ല അച്ഛനുമായി വഴക്കിട്ട് പിരിയാൻ പാകത്തിന് ചില സംഗതികളും ഉണ്ടായി. പക്ഷേ അവളുടെ കഠിനാധ്വാനം മൂലം അവൾ ജിം തിരിച്ചു പിടിച്ചു. 10 കൊല്ലത്തിനിപ്പുറവും ജിം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ക്വാൻജോങ്ങിനൊപ്പം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞതും അവൾ ജിം വിട്ട് പോരാനൊരുങ്ങി. പോരുമ്പോൾ ജിമ്മിനകത്ത് നിരവധി അനിമൽ മാസ്കുകൾ അവൾ കണ്ടു. ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്ന അതിശയത്തോടെ അവൾ ക്വാൻജോങ്ങിനോട് തിരക്കി. അതൊക്കെ അവളുടെ അച്ഛൻ യങ് ടാക്കിന്റേതായിരിക്കുമെന്നും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയും കളിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ അടുത്തു നിന്നും അതൊക്കെ
കറക്റ്റ് ചെയ്യാറുണ്ട് എന്നും അവൻ കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസം പതിവ് പോലെ സീമിൻ സ്കൂളിലെത്തി. എല്ലാവരോടും ഫ്രണ്ട്ലിയായി ഇടപഴകി സ്കൂളിൽ എങ്ങനെയും പെർമനന്റ് ടീച്ചർ ആവാനുള്ള ശ്രമം അവൾ നടത്താൻ തുടങ്ങി. കുട്ടികൾ സ്മോക്ക് ചെയ്യുന്നതും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവൾ കാണുന്നുണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ മൈൻഡ് കൊടുക്കാതെ മാറി നിൽക്കാനും അവൾ ശ്രമിച്ചു. ഇതേ സമയം സൂക്കാങ്ങും സംഘവും ജിൻഹ്യുങ്ങിനെ ഉപദ്രവിക്കുവാൻ പുതിയ തന്ത്രവുമായി മുന്നോട്ട് വന്നിരുന്നു. അവർ അതിനായി തിരഞ്ഞെടുത്ത സ്ഥലത്തെ സെക്യൂരിറ്റി ക്യാമറ അവർ ടേപ്പ് വെച്ച് മറച്ചു. പിന്നാലെ ജിൻഹ്യുങ്ങിനെ പിടികൂടി അവന്റെ തലയിലൂടെ കവറൊക്കെ ഇട്ട് അവനെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ വഴി കടന്നു പോവുകയായിരുന്ന സീമിനും ഞെട്ടലോടെ ആ കാഴ്ച കണ്ടിരുന്നു. പക്ഷേ ആ സമയം സീനിയർ അധ്യാപിക ജേക്കിങ് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലേക്കെത്തി. അതോടെ അതിൽ നിന്നും മാറി നിൽക്കുവാൻ അവൾ ശ്രമിച്ചു. പക്ഷേ ഉപദ്രവവും ആക്രമണവും പരിധി കടക്കുന്ന കണ്ടതും അത് കേട്ടുകൊണ്ട് നിൽക്കുവാൻ സീമിനിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഏറെ ഫ്രസ്ട്രേറ്റഡ് ആയി അവൾ മുഷ്ടി ചുരുട്ടി അകത്തേക്ക് കടന്നു ചെന്ന് സൂക്കാങ്ങിനെ വാൺ ചെയ്യണം എന്ന് ചിന്തിച്ചു. പക്ഷേ അവൾ കടന്നു ചെല്ലുമ്പോൾ ബ്യുങ്ജിൻ എന്ന മറ്റൊരു പയ്യൻ ആ ഉപദ്രവങ്ങളൊക്കെ കണ്ട് ഭയന്ന് വാപുത്തി മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. സീമിൻ അതിലിടപെടാൻ പോകുന്നു എന്ന് കണ്ടതും ബ്യുങ്ജിൻ അവളെ തടഞ്ഞു. സൂക്കാങ്ങിന്റെ ഫാമിലിയെ പറ്റി അവൻ വിശദമായി പറഞ്ഞു. സൂക്കാങ്ങിന്റെ അച്ഛൻ വളരെ ഉയർന്ന സ്ഥാനത്തുള്ള ഒരു പ്രോസിക്യൂട്ടറാണ്. അമ്മ മുൻകാല വക്കീലായിരുന്നു. അവന്റെ അങ്കിൾസും മറ്റും പോലീസിലെ വലിയ സ്ഥാനങ്ങളിലാണുള്ളത്. മാത്രമല്ല ഏറെ സമ്പന്നമായ പവർഫുൾ ഫാമിലിയാണ് അവരുടേത്. അവർ എന്തു തന്നെ ശ്രമിച്ചാലും സൂക്കാങ്ങിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രശ്നത്തിൽ ഇടപെട്ട് അവരെ എതിരിട്ടാൽ അതിന്റെ ഭവിഷ്യത്തും വലുതായിരിക്കും. ബ്യുങ്ജിന്റെ വിശദീകരണം കേട്ടതും സീമിനൊന്ന് ആലോചിച്ചു. തന്റെ പദ്ധതി മാറ്റി ജിൻഹ്യുങ്ങിനെ രക്ഷപ്പെടുത്തുവാൻ അവൾ തീരുമാനിച്ചു. ഉപദ്രവത്തിന്റെ അവസാന ഘട്ടത്തിൽ ജിൻഹ്യുങ്ങിനെ ഒരു മൂലയിൽ നിർത്തി ദൂരെ നിന്ന് ഓടിവന്ന് ശക്തമായി ചാടി ചവിട്ടുവാൻ സൂക്കാങ് ഒരുങ്ങുകയായിരുന്നു. ഒന്നും അറിയാത്ത പോലെ ഫോണിലെന്ന പോലെ ആ ആൾവേയിലൂടെ സീമിൻ നടന്നു വരാൻ ആരംഭിച്ചു. ചെറിയൊരു റിസ്ക് ആണെങ്കിൽ പോലും സൂക്കാങ് ചാടി ജിൻഹ്യുങ്ങിനെ ചവിട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് അവർക്കിടയിലേക്ക് സീമിൻ കടന്നു വന്നു. അബദ്ധത്തിൽ എന്ന പോലെ സൂക്കാങ്ങിന്റെ കാലിൽ ശക്തമായൊരു പ്രഹരമേൽപ്പിച്ച് അവനെ താഴെ വീഴ്ത്തി. കൂട്ടത്തിൽ സീമിനും മറിഞ്ഞു വീഴുന്ന പോലെ അഭിനയിച്ചു. പിന്നാലെ എഴുന്നേറ്റ് ജിൻഹ്യുങ്ങിന്റെ മേൽ കുറ്റം ആരോപിച്ച് ജിൻഹ്യുങ്ങിനോട് ക്ലാസ്സിൽ പോവാനും ഹാൻസുക്കാങ്ങിനെ വീഴ്ത്തിയതിന് അവനോട് ക്ഷമ ചോദിക്കാനും സീമിൻ ആവശ്യപ്പെട്ടു. ശേഷം അവിടെ നിന്ന് നടന്നു നീങ്ങുകയും ചെയ്തു. സൂക്കാങ് ആണെങ്കിൽ തന്റെ ബുള്ളി ചെയ്യാനുള്ള പദ്ധതി പാളിയത് കണ്ട് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി. സീമിനെ മുമ്പ് കണ്ടിട്ടില്ലാത്ത അവൻ സീമിൻ ആരാണ് എന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തു. അവന്റെ കൂട്ടുകാരൻ വൂമൻ പറഞ്ഞു, സൂക്കാങ് ബുള്ളി ചെയ്തതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത ആ ടീച്ചറിലെ ആ ടീച്ചറിന് പകരം ജോയിൻ ചെയ്തിരിക്കുന്നതാ ഇവൾ. അവളുടെ വിധിയും അതൊക്കെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. പക്ഷേ അത് കേട്ടതും സൂക്കാങ് വല്ലാതെ അസ്വസ്ഥനായി. ആ നടന്ന കാര്യത്തെ പറ്റിയൊന്നും ഇനി മിണ്ടിപ്പോയേക്കരുത് എന്നവൻ വൂമിനെ വാൺ ചെയ്തു. അന്ന് ആ പ്രശ്നം കണ്ട ശേഷം പതിവ് പോലെ ബ്യുങ്ജിൻ വൈകുന്നേരം തന്റെ പാർട്ട് ടൈം ജോലിക്ക് പോയി. സീമിനിന്റെ അച്ഛൻ യങ്ടാക്കിനെ അവിടെ വെച്ച് അവൻ കാണുകയും യങ്ടാക്കും ഒന്നിച്ച് ബോക്സിംഗ് പ്രാക്ടീസിൽ ഏർപ്പെടുകയും ചെയ്തു. യങ്ടാക്കിന്റെ സുഹൃത്ത് സാംബോക്കിന്റേതായിരുന്നു ബ്യുങ്ജിൻ ജോലി നോക്കിക്കൊണ്ടിരുന്ന ആ റെസ്റ്റോറന്റ്. അതുകൊണ്ട് യങ്ടാങ് അവിടുത്തെ സ്ഥിര സന്ദർശകനുമായിരുന്നു. സാങ്ബോക്കും യങ്ടാക്കിനെ പോലെ ഒരു മുൻകാല ബോക്സർ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ബുള്ളി ചെയ്യപ്പെടുന്ന കാര്യവും മറ്റും പറഞ്ഞപ്പോൾ ജിൻഹ്യുങ്ങിനെ ബോക്സിംഗിന്റെ ചെറിയ നീക്കങ്ങൾ പഠിപ്പിക്കുവാൻ അവർ തയ്യാറായത്. അവരുടെ ചെറിയ ട്രെയിനിങ് സെഷന് ശേഷം യങ്ടാങ് വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ് ബോക്സറെ പറ്റി പറയാൻ തുടങ്ങി. മുമ്പ് താനായി യങ് ബോക്സറെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരുന്നെന്നും മികച്ച കഴിവായിരുന്നു ആ ബോക്സർക്കുണ്ടായിരുന്നതെന്നും പക്ഷേ ആ ബോക്സറിന്റെ അച്ഛന്റെ പ്രശ്നങ്ങളും തെറ്റുകളും കാരണം ആ ബോക്സറുടെ കരിയർ തന്നെ ഇല്ലാതായി എന്നും യങ്ട കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് സീമിൻ ജിൻഹ്യുങ്ങിനെ കണ്ടു. ജിൻഹ്യുങ് കടന്നുപോകുന്ന ബുള്ളിയിങ്ങിനെ പറ്റിയും മറ്റും അവരുമായി ഡിസ്കസ് ചെയ്യുവാൻ സീമിൻ ആഗ്രഹിച്ചിരുന്നു. പിന്നാലെ അവരിരുവരും സംസാരിക്കാൻ തുടങ്ങി. ബുള്ളിയിങ്ങിനെ പറ്റിയും മറ്റും താൻ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതൊന്നും ഫലവത്തായില്ല. ആരും തന്നെ വിലയ്ക്ക് പോലും എടുത്തില്ല എന്ന് ജിൻഹ്യുങ് പറഞ്ഞു. ആദ്യം റിപ്പോർട്ട് ചെയ്തത് ടീച്ചേഴ്സിനടുത്തായിരുന്നെന്നും പക്ഷെ ടീച്ചേഴ്സ് ഭയപ്പെട്ട് തന്നെ അതിൽ നിന്ന് പിന്മാറ്റുകയായിരുന്നു എന്നവൻ പറഞ്ഞു. ശേഷം താൻ പോലീസിനടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയെന്നും പക്ഷേ അവിടെയും തെളിവ് വേണമെന്നാവശ്യപ്പെട്ട് സൂക്കാങ്ങിനെതിരെ തെളിവില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പോലീസും തന്നെ മടക്കി അയക്കുകയാണ് ഉണ്ടായത് എന്നും അവൻ കൂട്ടിച്ചേർത്തു. അങ്ങനാണ് ഇതൊക്കെ അനുഭവിക്കാതെ നിനക്ക് സ്കൂൾ മാറി പോയിക്കൂടെ എന്ന് സീമിൻ തിരക്കിയപ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാനെന്തിനാ സ്കൂൾ മാറുന്നത്? തെറ്റ് ചെയ്ത സൂക്കാങ് അനുഭവിക്കണ്ടേ? എന്നെ ബുള്ളി ചെയ്തതിന് അതിന്റെ ഭവിഷ്യത്തുകൾ അവൻ നേരിടണം. അതുവരേക്കും ഞാനിവിടെ തുടരുക തന്നെ ചെയ്യും എന്നായിരുന്നു അവൻ വ്യക്തമാക്കിയത്. സൂക്കാങ്ങിനെതിരെ വേണ്ടത് ചെയ്യുവാൻ സീമിന്റെ സഹായം അവൻ ചോദിച്ചു. പക്ഷെ പുതിയൊരു ഇന്ത്യൻ ടീച്ചറായ തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് സീമിന് അറിയില്ലായിരുന്നു. സൂക്കാങ്ങിന്റെ പാരന്റ്സ് സ്കൂളിലേക്ക് വലിയ
ഡൊണേഷൻസും ടീച്ചേഴ്സിന് കയ്യിലെടുക്കാൻ അവർക്ക് വേണ്ടതും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ സൂക്കാങ്ങിനെതിരെ പ്രതികരിക്കാൻ ആരും ഒരുങ്ങില്ല എന്ന് സീമിൻ ജിൻഹ്യുങ്ങിനെ അറിയിച്ചു. തനിക്കും അതിന് സാധിച്ചേക്കില്ലെന്നാ തോന്നുന്നത് എന്നും അവൾ പറഞ്ഞു. അന്ന് വൈകുന്നേരം സീമിൻ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിയെത്തി. ജിൻഹ്യുങ്ങിനെ പറ്റി ആലോചിച്ച് അവളേറെ വറീഡായിരുന്നു. ഏറ്റവും ഒടുവിൽ വുമൺ ബോക്സിംഗിന്റെ ഫൈനലിൽ അവൾ പരാജയപ്പെട്ട് നിന്നിരുന്നതിന്റെ ഓർമ്മകൾ അവളുടെ ഉള്ളിലേക്ക് ഓടിയെത്തി. അന്ന് കോച്ച് കൂടിയായിരുന്ന അവളുടെ അച്ഛൻ യങ്ടാക് വളരെ എളുപ്പത്തിൽ അവൾക്ക് ജയിക്കാവുന്നതായിരുന്നെന്നും അവൾ തോറ്റുകൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ടു. ഇനി നീ തന്റെ മകളല്ലെന്നും തന്റെ മകൾ ആ ബോക്സിംഗിൽ മരിച്ചു വീണു എന്നും ആ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു. അതെന്ന് സീമിന്റെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. തകരുന്ന സമയത്ത് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത അവസ്ഥ എത്ര ഭീകരമാണ് എന്നവൾക്ക് അനുഭവത്തിൽ നിന്നും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജിൻഹ്യുങ്ങിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം സ്കൂളിലെത്തിയ സീമിൻ സ്കൂളിന്റെ റൂഫ് ടോപ്പിൽ തന്റെ ഗ്യാങ്ങിനൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ടിരുന്ന സൂക്കാങ്ങിനടുത്തേക്ക് ചെന്നു. മറ്റു കുട്ടികളെ ബുള്ളി ചെയ്യരുതെന്നും ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും അവനെ വാൺ ചെയ്തു. സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അവൾ പറഞ്ഞു. സൂക്കാങ് അവളെ ഒന്ന് വിരട്ടാൻ നോക്കിയെങ്കിലും സീമിൻ അവനു മുമ്പിലൊന്നും ഭയപ്പെടുന്ന വ്യക്തിയെ ആയിരുന്നില്ല. സീമിൻ താഴെ ടീച്ചേഴ്സ് റൂമിലേക്ക് എത്തുമ്പോൾ ടീച്ചേഴ്സൊക്കെ പാനിക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ കമ്മിറ്റിയിൽ നിന്നും ഒരു മെയിൽ അവരുടെ സ്കൂളിലേക്ക് എത്തിയിരുന്നു. മുയോങ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ബുള്ളിങ്ങിന് ഇരയാകുന്നുണ്ടെന്നും ടീച്ചേഴ്സും അതിന് കൂട്ടു നിൽക്കുകയാണ്, അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള മെയിലായിരുന്നു അത്. കുട്ടികൾക്കിടയിലേക്കും ആ വാർത്ത പരന്നെത്തി. എല്ലാവരും സ്കൂളിനെ പറ്റി കമ്മിറ്റിയുടെ അടുത്ത് നിന്ന് വന്ന മെയിൽ കേട്ട് ഞെട്ടിത്തെറിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജൂഹോ ആണെങ്കിൽ ഏറെ ഫ്രസ്ട്രേറ്റഡ് ആയി. സ്കൂളിൽ നിന്നും ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി എന്നത് അവരെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. ന്യൂസും വെളിയിലെത്തിയതോടെ വിവരമറിഞ്ഞ് സൂക്കാങ്ങിന്റെ സ്റ്റെപ്പ് മദർ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. യോങ്കിയോ എന്നായിരുന്നു അവരുടെ പേര്. അവർ അവിടെ വന്ന് എങ്ങനെ ഈ വാർത്ത പുറത്തുപോയി എന്നൊക്കെ ചോദിച്ച് വലിയ വിഷയമുണ്ടാക്കാൻ തുടങ്ങി. പ്രിൻസിപ്പളും ടീച്ചേഴ്സും മിണ്ടാതിരിക്കുകയായിരുന്നു. ഒടുവിൽ സീമിൻ തന്നെ മുന്നോട്ട് വന്നു. താനാണ് ആ സംഭവവും വിവരവും എഡ്യൂക്കേഷൻ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തത് എന്നവർക്ക് മുമ്പിൽ വെച്ച് മുട്ടുകുത്തി പറഞ്ഞു. യോങ്കിൻ സൂമിനടുത്തെത്തി അവളുടെ തലക്കടിച്ചു. പക്ഷേ സൂമിനപ്പോൾ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. സൂക്കാങ്ങിന്റെ ഫാമിലി എത്ര ശക്തരാണെന്നും അവർക്കെതിരെ പോരാടാൻ തനിക്കപ്പോൾ കഴിയില്ലെന്നും അവൾക്കറിയാമായിരുന്നു. പിന്നീട് ഏവരും പിരിഞ്ഞുപോയി കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ ഓഫീസിൽ വെച്ച് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓഫീസിലുണ്ടായിരുന്ന സൂക്കാങ് പ്രിൻസിപ്പൽ ജൂഹോയുടെ അടുത്ത് സീമിനെതിരെ എന്തു ചെയ്യാനാണ് പോകുന്നത് എന്ന് ചോദിച്ചു. താൻ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞതും ദേഷ്യത്തിൽ സൂക്കാങ് പ്രിൻസിപ്പലിന്റെ കാലിൽ ചവിട്ടി. സൂമിൻ അങ്ങനെ രക്ഷപ്പെട്ട് എളുപ്പത്തിൽ ഇപ്പോ സ്കൂൾ വിട്ടുപോവാൻ പാടില്ല എന്ന് വല്ലാത്തൊരു ഭാവത്തിൽ അവൻ പറഞ്ഞു. തന്റെ സ്ഥാനത്തെ പറ്റിയും മറ്റും ഏറെ ഭയന്നിരുന്ന പ്രിൻസിപ്പൽ സൂക്കാങ് പറഞ്ഞ പോലെ പ്രവർത്തിക്കാൻ ഒരുക്കമായിരുന്നു. അന്ന് വൈകുന്നേരം പുറത്തെത്തിയ സൂമിൻ സ്കൂളിലെ പ്രശ്നങ്ങൾ ഓർത്ത് വല്ലാതെ വറീഡായിരുന്നു. അവൾ കൂട്ടുകാരൻ ക്വാൻജോങ്ങിനെ ചെന്ന് കണ്ടു. സൂക്കാങ്ങിനെ ശിക്ഷിക്കാൻ അവനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നവൾ തിരക്കി. പക്ഷേ അതൊരു ട്രിക്കി സിറ്റുവേഷൻ ആണെന്നും സൂക്കാങ്ങിനെതിരെ ഒരു തെളിവുമില്ലാത്തതുകൊണ്ട് അവനെതിരെ ആക്ഷൻ എടുക്കലൊന്നും അത്ര എളുപ്പമാവില്ല എന്നായിരുന്നു ക്വാൻജോങ്ങിന്റെ മറുപടി. ജെയിൻഹ്യും തനിക്കെതിരെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന തെളിവുകളുടെ അഭാവത്തിൽ സൂക്കാങ്ങിനെതിരെ പരാതി നൽകിയാൽ അവനെതിരെ തെറ്റായ ആരോപണം ഉന്നയിച്ചു മാനനഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞ് സൂക്കാങ്ങിന് നടപടി സ്വീകരിക്കാമെന്നും ജിൻഹ്യുങ്ങിന് തന്നെയായിരിക്കും അത് ബാധിക്കുക എന്നും ക്വാൻജോങ് കൂട്ടിച്ചേർത്തു. അത് കേട്ടതും സീമിൻ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയി. അവിടെ നിന്ന് പോകുന്ന വഴിയിൽ അവൾ തന്റെ അച്ഛൻ യങ്ടാക്കിനെ കണ്ടു. ബോക്സിംഗ് പ്രാക്ടീസ് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് കുട്ടികളുമായി പോവുകയായിരുന്നു. യങ്ടാക് സീമിനെ അഭിവാദ്യം ചെയ്യാൻ നോക്കിയെങ്കിലും അച്ഛനെ മൈൻഡ് പോലും ചെയ്യാതെ അവൾ അവിടെ നിന്ന് തിരിഞ്ഞുപോയി. പിന്നീട് സീമിൻ ഒരു കൺവീനിയൻസ് സ്റ്റോറിലിരുന്ന് ഭക്ഷണം വാങ്ങി ചിന്തിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സൂക്കാങ്ങും സംഘവും കടന്നു വന്നു. സീമിനെ ഭീഷണിപ്പെടുത്തിയും ബുള്ളി ചെയ്യുന്ന തരത്തിലും സൂക്കാങ്ങും സംഘവും സംസാരിച്ചു. തങ്ങൾക്കെതിരെ സീമിനെ പൊരുത്തു നിൽക്കാൻ സാധിക്കില്ല എന്ന് സൂക്കാങ് അവളെ ഭീഷണിപ്പെടുത്തി. സീമിനെ ദേഷ്യം വന്നെങ്കിലും അധ്യാപിക ജേക്കിങ് പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ ഓർമ്മയിലേക്ക് വന്നത്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. സൂക്കാങ്ങിന്റെ അങ്കിളിന് പവർഫുൾ പൊസിഷനുണ്ട്. അത് വെച്ച് അയാൾ ലീഗലി നിന്റെ കരിയർ തന്നെ ഇല്ലാതാക്കും, ജീവിതം തന്നെ
നശിപ്പിക്കും. ഒരു ഇന്ത്യൻ ടീച്ചർ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാവും നല്ലത്. അതുകൊണ്ട് അവൾ ഒന്നും പ്രതികരിച്ചതേയില്ല. കനത്ത ദേഷ്യം വന്നെങ്കിലും അവളൊക്കെ സഹിച്ചു പിടിച്ചു. അവളെ ബുള്ളി ചെയ്യുന്നതിന്റെ ഫോട്ടോസ് അടക്കം പകർത്തിയെടുത്തിരുന്ന സൂക്കാങ്ങും സംഘവും പിന്നീട് അവിടെ നിന്ന് പോയി. ദേഷ്യം കടിച്ചു പിടിച്ച് പുറത്തേക്കിറങ്ങി സീമിൻ തെരുവിലൂടെ നടന്നു നീങ്ങാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ ഒരു കള്ളുകുടിയൻ അവളുമായി കൂട്ടിമുട്ടി. ശേഷം അയാൾ ഒരു കാര്യവുമില്ലാതെ സൂമിനോട് പ്രശ്നമുണ്ടാക്കാൻ ആരംഭിച്ചു. ജിൻഹ്യൂങ്ങിനെ പറ്റി ചിന്തിച്ച് ഏറെ അസ്വസ്ഥയായിരുന്ന സൂമിന് അതും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കള്ളുകുടിയൻ അവളുടെ മുഖത്ത് തട്ടിയതും കണ്ണു തുറന്ന് ദേഷ്യം ഇരച്ചു കയറിയിരുന്ന അവൾ തന്റെ മാർഷൽ ആർട്സിലെ കഴിവുപയോഗിച്ച് ഒരൊറ്റ നീക്കത്തിൽ കള്ളുകുടിയനെ ചവിട്ടി താഴെയിട്ടു. അയാൾ ബോധരഹിതനുമായി. സൂക്കാങ്ങിന്റെ നീതിപൂർവമല്ലാത്ത പ്രവൃത്തികൾക്കെതിരെ വേണ്ടത് ചെയ്യുവാൻ ആ നിമിഷം സീമിൻ ഉറപ്പിച്ചിരുന്നു. അവിടെ നിന്നും സൂക്കാങ്ങിനെയും സംഘത്തെയും തിരഞ്ഞ് അവൾ ഓടിച്ചെല്ലാൻ ആരംഭിച്ചു. ഇനി എന്താവും സംഭവിക്കുക? സീമിൻ എത്തരത്തിലായിരിക്കും ജിൻഹ്യൂങ്ങിന് നീതി നേടിക്കൊടുക്കുക? കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.